നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയ് മല്യയെ പോലുള്ള ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും കോടിക്കണക്കിന് നിക്ഷേപം തട്ടിയെടുത്തുകൊണ്ട് പോയ ഒട്ടനവധി ആളുകൾ ഇപ്പോൾ വിദേശ രാജ്യത്ത് സുഖവാസം അനുഷ്ഠിക്കുകയാണ്. അവരുടെയൊക്കെ സുഖവാസത്തിന് വേണ്ടി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇതിനൊത്താശ ചെയ്തു കൊടുക്കുന്നത് പൊതുമേഖലാ ബാങ്കാണെന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടായി ഇന്ത്യക്കാർക്ക് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണത്. ആ വാർത്തകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 2019 മാർച്ച് 31 വരെ 37,700 കോടി രൂപയുടെ വായ്പകളെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ SBI പറയുന്നത്. 500 കോടി രൂപയും അതിൽ കൂടുതലും വായ്പയെടുത്ത 33 പേരുടേതാണ് ഈ വായ്പകൾ. ഇതുവരെയും ആ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഓരോരുത്തരുടെയും എത്രയാണെന്നുള്ളത് കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. എന്താവശ്യത്തിനാണെന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റിസർവ് ബാങ്ക് നൽകിയ ഈ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാർച്ച് 31, 2019 വരെ എഴുതിത്തള്ളിയ ബാങ്ക് തിരിച്ചുള്ള 100 കോടി 500 കോടി രൂപയുടെ വായ്പകളുടെ കണക്കുകളാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത്. കിട്ടാക്കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ മുന്നിലുള്ളത് പൊതുമേഖലാ ബാങ്കുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 11,000 കോടിയോളം രൂപ അടിച്ചെടുത്തുകൊണ്ട് ലളിത് മോഡി മുങ്ങിയ കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ്. 37,700 കോടി രൂപയുടെ കിട്ടാക്കടം എഴുതിത്തള്ളുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. എന്നിട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇത്തരത്തിൽ തന്നെയാണ് ഈ ആളുകളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് കൂടി മാറുമ്പോൾ വലിയ രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളത് സംശയിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. രാജ്യത്ത് ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് 100 കോടി രൂപയോ അതിൽ കൂടുതലോ വായ്പ എടുത്ത സ്ഥാപനങ്ങൾക്കായി മൊത്തം 2.75 ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത്. ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 500 കോടി രൂപയും അതിൽ കൂടുതലും വായ്പ നൽകിയവരുടെ 67,600 കോടി രൂപയാണ് രാജ്യത്ത് മൊത്തത്തിൽ കിട്ടാക്കടമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ SBI ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. വലിയ പരിതാപകരം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പ്രവാസികൾക്ക് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. വിദേശത്ത് സാധാരണ ആളുകൾ പോകുന്നത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് സ്വദേശത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ തോതിലുള്ള ആക്കം വർദ്ധിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്വദേശത്ത് നിന്നും തന്നെ വലിയ തോതിൽ ഇന്ത്യക്കാരുടെ അധ്വാനത്തിന്റെ ഫലമായി നിക്ഷേപിച്ചിരിക്കുന്ന പണം, അല്ലാതെ തനിയെ പണം ഉണ്ടാകത്തില്ലല്ലോ, ആ നിക്ഷേപിച്ചിരിക്കുന്ന പണമാണ് ബാങ്കുകൾ ഇങ്ങനെ കിട്ടാക്കടമായിട്ട് എഴുതിത്തള്ളുന്ന വായ്പ കൊടുക്കും. അത് പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് വന്ന് വലിയ തുകയായി മാറുമ്പോൾ അത് കിട്ടാക്കടമായി എഴുതിത്തള്ളുന്നു. പല ബാങ്കുകളും കോടിക്കണക്കിന് രൂപ വെറുതെ വായ്പയായിട്ട് കൊടുക്കുന്നു. അതും കൊണ്ട് മുങ്ങുന്നു. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. വിജയ് മല്യയുടെ കാര്യം തന്നെ എടുക്കട്ടെ. അദ്ദേഹം വിദേശ ബാങ്കുകളിൽ നിന്നും ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും പണം എടുത്തിട്ട് വിദേശത്ത് പോയി സുഖവാസം അനുഷ്ഠിക്കുകയാണ്. പലരെയും ഒക്കെ ഇന്ത്യൻ സർക്കാർ പിടികൂടും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇതൊക്കെ രാജ്യത്ത് വലിയ രീതിയിലുള്ള അസംതൃപ്തിയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നാണ് SBI പറയുന്നത് ഞങ്ങൾക്ക് ഇനി അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ആരൊക്കെ എന്തുദ്ദേശത്തിനാണ് ഇവർ കടമെടുക്കുന്നത്? എന്നിട്ട് ഇത് തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് എന്താണ്? അപ്പോൾ അവരുടെ ഈട് വെച്ചിട്ടല്ലേ അത് തിരിച്ചു പിടിക്കുന്നത്? സാധാരണ നമ്മളൊക്കെ 50,000 രൂപ എടുക്കുമ്പോൾ അത് ഈട് വെച്ചിട്ടാണ് തിരിച്ചു പിടിക്കുന്നത്. ഇത് പ്രവാസികൾക്ക് നാണക്കേടുണ്ടാക്കും എന്ന് മാത്രമല്ല, വിദേശത്ത് പോയി ഇങ്ങനെ സുഖിക്കുന്നവന്മാരെ, ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഒരു നിയമം നിഷ്കർഷിക്കേണ്ട കാര്യം ഉണ്ട്. മാത്രമല്ല അതിന്റെ കാലം അടുത്തുപോയി.